2026 ഏപ്രിൽ 11, 12, 13 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. യു.എസിൽ ആദ്യമായി എവിടെയാണ് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിതമായത്? വെസ്റ്റ് ലേക്ക് സ്ക്വയർ, സിയാറ്റിൽ. യു.എസിൽ ആദ്യമായി സിയാറ്റിലിലെ വെസ്റ്റ് ലേക്ക് സ്ക്വയറിലാണ് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിതമായത്. കേരളത്തെ പോഷകാഹാര കലവറയാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി മില്ലറ്റ് വില്ലേജ് പദ്ധതി. മില്ലറ്റ് വില്ലേജ് പദ്ധതി എന്നത് കേരളത്തെ പോഷകാഹാര കലവറയാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് തദ്ദേശീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങളെ നൂതന കൃഷിരീതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള മില്ലറ്റ് ധാന്യങ്ങളുടെ ഉൽപ്പാദക കേന്ദ്രങ്ങളാക്കുക എന്നതാണ്. അപ്പോൾ കേരളത്തെ പോഷകാഹാര കലവറയാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന കൃഷിവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി. ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്റിനറി സയൻസ് സർവകലാശാലയായ വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ജാംനഗർ. ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്റിനറി സയൻസ് സർവകലാശാലയായ വൻതാര യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയ കമല, കലായ് 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ കമല, കലായ് 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് നിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഈ 2 ജലവൈദ്യുത പദ്ധതികളും നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡസ്റ്റിലിക്? ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാൻ. ഇതിന്റെ 7ാമത് പതിപ്പാണ് 2026 നടക്കുന്നത്. ഡസ്റ്റിലിക് 7ാമത് പതിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ നമൻഗാനാണ്. ഡസ്റ്റിലിക് എന്നത് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമാണ്. ഇതിന്റെ 7ാമത് പതിപ്പാണ് 2026 നടക്കുന്നത്. 7ാമത് പതിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ നമൻഗാനാണ്. അതുപോലെ മറ്റൊരു സൈനികാഭ്യാസമാണ് സൈക്ലോൺ 4. 2026 സൈക്ലോൺ 4 സൈനികാഭ്യാസത്തിന്റെ വേദി ഈജിപ്തിലെ അൻഷാദാണ്. ഈജിപ്തിലെ അൻഷാദാണ് 2026 സൈക്ലോൺ 4 സൈനികാഭ്യാസത്തിന്റെ വേദി. സൈക്ലോൺ 4 എന്നത് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. ഇതിന്റെ 4ാമത് എഡിഷനാണ് 2026 നടക്കുന്നത്. 2026 സൈക്ലോൺ 4 സൈനികാഭ്യാസത്തിന്റെ വേദി ഈജിപ്തിലെ അൻഷാസ് ആണ്. അതുപോലെ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ 4. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്ട്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സർവകലാശാല നിലവിൽ വരുന്നത് ഗോരഖ്പൂർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്ട്രി ആൻഡ് ഹോർട്ടിക്കൾച്ചർ സർവകലാശാല നിലവിൽ വരുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ അഥവാ 2026 ഏപ്രിലിൽ നിർമ്മാണം പുനരാരംഭിച്ച പുനസാങ്ചു 1 ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാനിലാണ്. 7 വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ അഥവാ 2026 ഏപ്രിലിൽ നിർമ്മാണം പുനരാരംഭിച്ച പുനസാങ്ചു 1 ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ലാഞ്ചിയ സയോറ ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ്? ഒഡീഷ സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ലാഞ്ചിയ സയോറ. ഇവർ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ലാഞ്ചിയ സയോറ ഒഡീഷ സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ്. ലോക ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനാകുന്ന 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത ആദ്യ പാരാ ആർച്ചർ താരം പായൽ നാഗാണ് ലോക ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനാകുന്ന 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത ആദ്യ പാരാ ആർച്ചർ താരം. പായൽ നാഗ് ഇന്ത്യൻ താരമാണ്. അതുപോലെ ഒഡീഷ സ്വദേശിനിയായ പായൽ നാഗാണ് ലോക ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനാകുന്ന 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത ആദ്യ പാരാ ആർച്ചർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. 2026 തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന വേൾഡ് പാരാ ആർച്ചറി സീരീസ് ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ശീതൾ ദേവിയെ പരാജയപ്പെടുത്തിയാണ് പായൽ നാഗ് സ്വർണ്ണ മെഡൽ നേടിയത്. ഓർമ്മിക്കുക, 2026 തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന വേൾഡ് പാരാ ആർച്ചറി സീരീസ് ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ശീതൾ ദേവിയെ പരാജയപ്പെടുത്തിയാണ് പായൽ നാഗ് സ്വർണ്ണ മെഡൽ നേടിയത്. അതുപോലെ ലോകത്തിലെ ആദ്യ ലിംബ്ലെസ് ആർച്ചറി ചാമ്പ്യനും പായൽ നാഗാണ്. ലോക ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനാകുന്ന 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത ആദ്യ പാരാ ആർച്ചർ എന്ന നേട്ടം സ്വന്തമാക്കിയതും പായൽ നാഗാണ്. ISROയുടെ നേട്ടങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് 2026 ഏപ്രിലിൽ ഏത് സംസ്ഥാനത്തെ പോസ്റ്റൽ സർക്കിളാണ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്? കർണാടക സംസ്ഥാനത്തെ പോസ്റ്റൽ സർക്കിളാണ് ISROയുടെ നേട്ടങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് 2026 ഏപ്രിലിൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. ഇത്രയുമാണ് 2026 ഏപ്രിൽ 11, 12, 13 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.